കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായാർ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായാർ. കർത്താവേ, ദേവന്മാരിൽ നിനക്കു തുല്യനായാർ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായാർ. യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല, യേശുവെ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായാർ, സ്വർഗത്തിലും ഭൂമിയിലും നിനക്കു തുല്യനായാർ. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗ്ഗ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ. അപ്പൻ്റെ പാദപീഠത്തിലിരുന്ന് ഞങ്ങളുടെ ആവശ്യം സ്തോത്രത്തോടെ അറിയിപ്പാനും നന്ദി പറയുവാനും സ്വർഗം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ദൈവമായ കർത്താവേ, ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി നൽകി തരേണ്ടതിനായി എടീൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പോക്കിലെ വരവിലെ വാഹനത്തിലെ വഴിയിലൊക്കെ കൂടെയിരിക്കണം. ആപത്തനത്തിൽ നല്ല വിടുവിക്കുമാറാകണം. ഞങ്ങളുടെ ശരീരാത്മതകളൊക്കെ ബലപ്പെടണം. എല്ലാ സൗഖ്യവും സമാധാനം തന്ന് കർത്താവിനെ ആരാധിപ്പാൻ ഇന്ന് പകൽക്കാലം സഹായിച്ചാട്ട് കർത്താവേ. ഞങ്ങളെയും ഞങ്ങൾക്കുള്ളതിനെയും സമർപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് പ്രിയ മക്കളെ ഏൽപ്പിക്കും. ദൂരത്തും ചാരത്തുമായുള്ളവരെ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവ്, ഇന്നുവരെ ഞങ്ങളെ അത്ഭുതം അതിശയമായി കാത്തു സൂക്ഷിച്ച് പരിപാലിച്ച് നടത്തിയ വിധങ്ങൾക്കായി നന്ദി, നന്ദി, നന്ദി കർത്താവേ. വീണ്ടും അനുഗ്രഹിച്ച് ഞങ്ങളെ കാവൽ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കൃപ ഞങ്ങൾക്ക് മതി കർത്താവേ. ബലഹീനതയെ തികഞ്ഞു വരുന്നതാകയാൽ അത്യന്തപരമായ കൃപ നൽകി ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ ഭവനം പരിസരമെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കുന്നു. ദാനം തന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവനമാർഗം, ഞങ്ങളുടെ കർത്താവ് എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ, സൗഖ്യത്തോടെ സൂക്ഷിക്കണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. ജയം തന്ന ദൈവത്തിന് സ്തോത്രം, സ്തോത്രം. വീണ്ടും ഹാലിലെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ ഇടയാക്കണമേ. വീണ്ടും ജയം കാത്തിരിക്കുന്ന മക്കളൊക്കെ ഉണ്ട് കർത്താവേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുക, സ്തുതിക്കുക. കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. അവർക്ക് വേണ്ടി കരുതിക്കൊള്ളുമാറാകണം. വീണ്ടും ഹാലേലിയവരുടെ ഭാവി ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ സ്വർഗം സഹായിച്ചാട്ട്. മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, ഡിഗ്രിക്കായിരിക്കുന്നവർ, OET, IELTS, ജർമ്മനും ഹാർഡും പമറ്റി പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം സമർപ്പിക്കുന്നു. BSc നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും മെഡിസിനും പഠിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവിടുന്ന് ബുദ്ധിയും ജ്ഞാനവും കൊടുത്തവരെ കാത്തോണേ കർത്താവേ. അവിടുത്തെ ധാരാളമാർന്ന കൃപയ്ക്കളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പൊതിഞ്ഞ് നടത്തണമെന്നും പ്രാർത്ഥിക്കുന്നു. ശത്രു ആണല്ലേ, ദുഷ്ടപിശാചി തുടരുതേ കർത്താവേ. പൈശാചികമായ യാതൊരു പോരും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നേരെ കടന്നു വരാതെ രക്തം കൊണ്ടവരെ മുദ്രയിടണമെന്ന് പ്രാർത്ഥിക്കുന്നു. പോക്കലും വരവിലും വാഹനത്തിനും വഴിയിലും എല്ലാം കർത്താപ്പത്തിൻ്റെ സാന്നിധ്യം വേണം. ദൈവമായ കർത്താവെ, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ കാത്തോണേ. ദൈവമായ കർത്താവെ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുക്കണമേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ കാത്തോണേ. വിവാഹപ്രായമായ മക്കൾക്ക് തക്ക തുണയെ ഒരുക്കണമേ. അവരുടെ വിവാഹം നടക്കാൻ സഹായിക്കണമേ. കടഭാരത്തിന് മധ്യത്തിൽ കടന്നു പോകുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണമേ. അവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും അവിടുത്തെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തണം തീർത്തു കൊടുക്കണേ കർത്താവേ. ഭവനമില്ലാത്ത മക്കൾക്ക് ഭവനം കൊടുക്കണമേ കർത്താവേ. ഭവനം പണിയുന്ന മക്കൾ അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യം ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തിൽ ഇന്നുവരെ സ്വസ്ഥത അനുഭവിക്കാത്ത ജീവിതങ്ങളുണ്ട് കർത്താവേ. അപ്പൻ്റെ പൊന്നുകരങ്ങളിലോട്ട് ഏൽപ്പിക്കുകയും അവിടുത്തെ സമാധാനം ഓരോ മക്കൾക്കും നൽകണമേ. സന്തോഷത്തോടെ ജീവിപ്പാൻ ഇടയാക്കണമേ എന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. ഓരോ വാഹനത്തിലും കർത്താപ്പച്ചൻ്റെ സാന്നിധ്യം വേണം അപ്പ. ആപത്തിൽ നിന്ന് അപകടത്തിൽ നിന്ന് എല്ലാവരെയും വെടിവിച്ചാട്ട് കർത്താവെ. ഞങ്ങളുടെ ഉപജീവനമാർഗം തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ചെറുതും വലുതുമായ എല്ലാ ഉപജീവനമാർഗവും സ്വർഗത്തിലെ അപ്പച്ചൻ വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ഒന്നിനും കുറവുകൂടാതെ ഓരോ മക്കളെയും പോഷിപ്പിക്കണമേ കർത്താവെ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണമേ. കഷ്ടനഷ്ടം കൂടാതെ കാത്തോണേ കർത്താവെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു നാഥ, പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ദൈവമായ കർത്താവെ, മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളുണ്ടപ്പാ. എൻ്റെ ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് മാനസാന്തരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരയുന്ന മാതാപിതാക്കളോട്, സഹോദരിമാരോട്, കുഞ്ഞുങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ. ഇവരെ പൂർണ്ണമായും വിട്ടുവീഴ്ചയെ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം.
കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും സന്തോഷങ്ങളും സമാധാനങ്ങളും സമൃദ്ധികളും കൊടുത്ത് ഓരോ മക്കളെയും കാത്തോണേ കർത്താവേ. ദൈവമായ കർത്താവേ, ഹല്ലേലൂയ. നേറിപ്പോകുന്ന ജീവിതങ്ങളുണ്ട്. പല പ്രയാസപ്രതികൂലത്തിന് നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്വർഗം നിശ്ചയമായി മാനിക്കും, അത്ഭുതങ്ങളെ ചെയ്യും. അതോർത്ത് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ദൈവമായ കർത്താവേ, പ്രത്യേകിച്ച് ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ രാജ്യത്തിൻ്റെ കാവൽക്കാരെ ഏൽപ്പിക്കുന്നു. ഓ എൻ്റെ കർത്താവ്, എല്ലാ സൈന്യത്തെയും കാത്തുകൊള്ളണമേ കർത്താവേ. യാതൊരു പോറൽ പോലും ഏൽക്കാതെല്ല മക്കളെയും കർത്താവ് കാത്തുകൊള്ളണമേ. യുദ്ധത്തിന് അറുതി വരുത്തണമേ കർത്താവേ. സമാധാനപരമായി മുൻപോട്ട് നീങ്ങുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എന്ന് ഇടപെടണമേ, സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മേലധികാരികളോട് ഇടപെടണം കർത്താവേ. സ്വർഗം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം സ്തോത്രം. ദൈവമായ കർത്താവ്, നിങ്ങളോട് കരുണ കാണിക്കണമേ. പ്രത്യേകിച്ച് വേർപാടിൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്നു. ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം എൻ്റെ അപ്പച്ചൻ്റെ പക്കല. ഓരോ ജീവിതങ്ങൾക്കും അത് നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഹല്ലേലൂയ കർത്താവേ, സ്തോത്രം. മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങൾ, ആമേൻ കർത്താവേ, നീ അവർക്ക് മാതാപിതാമായിരിക്കണമേ. ദൂരത്തും ചാരത്തുമായി ആയിരിക്കുന്ന ഓരോ മക്കളെയും കർത്താവ് കാത്തുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനാഥരെയും വിധവകളെ സംരക്ഷിക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ കാത്തോണേ. ഞങ്ങളുടെ പൈതങ്ങളെയെല്ലാം വളർത്തിത്തരണേ. യുവാക്കന്മാരെ പരിപാലിക്കണമേ. ആമേൻ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്ന മക്കളാക്കി ഓരോരുത്തരെയും തീർക്കണമേ കർത്താവ്. ഹല്ലേലൂയ. പാപം കൂടാതെ ജീവിക്കണം. ആമേൻ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹം തന്ന് ഞങ്ങളെ സഹായിക്കണം. എല്ലാ നന്മകളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങളെ നിറയ്ക്കണം. സർവ്വമഹത്വം അവിടുന്ന് എടുക്കണം. ഞങ്ങളുടെ രോഗികളെ പ്രത്യേകിച്ച് ഓർക്കുന്നു. അവിടുത്തെ അദൃശ്യമാർന്ന കാര്യം തൊട്ട് സൗഖ്യപ്പെടുത്തണം. സമാധാനത്തിൽ കാത്തുകൊള്ളണം. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ല. ഓരോ രോഗികളുടെ പേരും ആണിപ്പഴുതുള്ള കരം വെച്ച് ആ വചനമയച്ച് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന കേട്ട ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. സ്തോത്രം.